ഭൂമിയിലെ ഏർപ്പാട് കണ്ടാൽ തോന്നും ആൾക്കാരുടെ പാച്ചിലും ഏർപ്പാടും ഒക്കെ കണ്ടാൽ ചിലരുടെ കാട്ടിക്കൂട്ടൽ കണ്ടാൽ തോന്നും ഇവരിവിടെ എന്നും പാർക്കണവരാണെന്ന്. ഇല്ല, വളരെ നൈമിഷികമാണ്, വളരെ താൽക്കാലികമാണ്, വളരെ ക്ഷണികമാണ്, എപ്പോഴും അവസാനിച്ചു പോകുന്നതുമാണ്. ആകെ നിലനിൽക്കുന്നത് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലെ ജീവിതമാണ്. രണ്ടാം ഉമർ എന്ന് പേര് കേട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ഒരു ദിവസം ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർസ്ഥാനിൽ ചെന്നുകൊണ്ട് ഓരോ ഖബറിനെയും മുറ്റുനോക്കി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖബറുകളെ നോക്കിക്കൊണ്ട് പാടി, അതൈതുൽ ഖുബൂറ ഫനാദൈതുഹാ, അതൈതുൽ ഖുബൂറ ഫനാദൈതുഹാ. ഞാൻ ഖബറുകളുടെ അടുക്കൽ പോയിട്ട് ആ ഖബറുകളെ വിളിച്ചു നോക്കി. ഐനൽ മുഅല്ലമു വൽ മുഹത്തഖറു, ഐനൽ മുഅല്ലമു വൽ മുഹത്തഖറു. വലിയവരും നിസ്സാരക്കാരും എവിടെ പോയി? ഖബർസ്ഥാനിൽ എത്തി നോക്കുമ്പോൾ വലിയവർക്കും ആറടി മണ്ണ്, നിസ്സാരക്കാർക്കും ആറടി മണ്ണ്. വലിയവർക്കും മീസാങ്കല്ല്, ചെറിയവർക്കും മീസാങ്കല്ല്. നേതാക്കൾക്കും ആറടി മണ്ണ്, അനുയായികൾക്കും ആറടി മണ്ണ്. പണക്കാർക്കും ആറടി, പണിക്കാർക്കും ആറടി, മുതലാളിക്കും ആറടി, തൊഴിലാളിക്കും ആറടി, ഗുരുനാഥനും ആറടി, ശിഷ്യനും ആറടി. എല്ലാവരും ഒരുപോലെ അതൈതുൽ ഖുബൂറ ഫനാദൈതുഹാ. ഞാൻ ഖബറിങ്കൽ ചെന്നുകൊണ്ട് വിളിച്ചു നോക്കി. ഐനൽ മുഅല്ലമു വൽ മുഹത്തഖറു. വലിയവരെവിടെ, ചെറിയവരെവിടെ? തഫാനു ജമീഅൻ ഫമാ മുഖ്ബിറു, തഫാനു ജമീഅൻ. അവരൊക്കെ നശിച്ചു പോയി, അവരൊക്കെ മരണപ്പെട്ടു പോയി. ഫമാ മുഖ്ബിറു. അവരെക്കുറിച്ച് വിവരം പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഫമാ മുഖ്ബിറു. അവരെക്കുറിച്ച് വിവരം നൽകാൻ ആരെങ്കിലും ഉണ്ടോ? വമാതു ജമീഅൻ വമാതൽ ഖബറു. അവർ മരിച്ചു പോയതോടൊപ്പം അവരുടെ വിവരങ്ങളും മരണപ്പെട്ടു പോയി. അവരെക്കുറിച്ച് പറയാനും ആളില്ലാത്ത വിധം അവർ മരിച്ചപ്പോ അവരുടെ കഥകളും മണ്ണടിഞ്ഞു, അവരുടെ ജീവിതവും കബറടക്കി.